A paratrooper jump from an aeroplane and opens parachute after 2 seconds of free fall and start decelerating with 3 meter per second square. അപ്പോൾ ഒരു പാരാട്രൂപ്പർ എയറോപ്ലെയിനിൽ നിന്ന് ജമ്പ് ചെയ്ത് 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് പാരച്യൂട്ട് ഓൺ ചെയ്യുന്നത്. ആ പാരച്യൂട്ട് ഓൺ ചെയ്തതിന് ശേഷം അയാളുടെ ആക്സിലറേഷൻ മീൻസ് ഡിസിലറേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലാണ് ഫ്രീ ആദ്യം വരുന്നത്. ദെൻ അത് പാരച്യൂട്ട് ഓൺ ചെയ്ത ശേഷം എന്ത് ചെയ്തു, അവിടെ ഡിസിലറേഷനായി വിത്ത് 3 meter per second square. ഓക്കെ. ദെൻ അറ്റ് 10 meter ഹൈറ്റ് ഫ്രം ഗ്രൗണ്ട് വൈൽ ഡിസെൻഡിങ് വിത്ത് ഹെൽപ്പ് ഓഫ് പാരച്യൂട്ട്. അപ്പോൾ പാരച്യൂട്ടിന്റെ സഹായത്തോടുകൂടി ഡിസെൻഡ് ചെയ്ത് വരുന്നു. ഗ്രൗണ്ടിൽ നിന്ന് 10 meter ഹൈറ്റിൽ എത്തുന്ന സമയത്ത് സ്പീഡ് ഓഫ് പാരാട്രൂപ്പിസ്റ്റ് 5 meter per second ആണ് എങ്കിൽ ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് എയറോപ്ലെയിൻ ഫ്രം ഗ്രൗണ്ട് ഈസ്. ഓക്കെ. അപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു പാരാട്രൂപ്പിസ്റ്റ് എന്ത് ചെയ്യുന്നു, എയറോപ്ലെയിനിൽ നിന്ന് ജമ്പ് ചെയ്താണ് ചാടുന്നു. ഓക്കെ. ഇതാണ് നമ്മുടെ എയറോപ്ലെയിന് ഇനീഷ്യൽ ഹൈറ്റ് ഫ്രം ഗ്രൗണ്ട്. ഞാനത് ക്യാപിറ്റൽ എച്ച് എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ക്യാപിറ്റൽ എച്ച്. ഓക്കെ. ഒരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞതിന് ശേഷമാണ് പാരച്യൂട്ട് ഓൺ ചെയ്തത്. ദാറ്റ് മീൻസ് ആഫ്റ്റർ 2 seconds. അപ്പൊ 2 seconds കഴിയുമ്പോൾ ലെറ്റ് മേ ബി ഹീസ് ഹിയർ, ഇവിടെയാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യാണ് ഈ പൊസിഷനിൽ ആഫ്റ്റർ 2 seconds. ഓക്കെ. ആ 2 seconds അയാൾ താഴേക്ക് വന്ന ഡിസ്റ്റൻസ് എന്ന് പറയും, നമുക്കറിയാം ഫ്രീ ഫോൾ ആണ്. അതുകൊണ്ട് ഇക്വേഷൻ എന്ത് ഉപയോഗിച്ചാൽ മതി, എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് GT² ആണ്. ഹാഫ് G10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, 10 into 2². ഓക്കെ. അപ്പോൾ 40/2, 20 meter 2 seconds കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, താഴേക്ക് എത്തുന്നുണ്ട്. 20 meter 2 seconds. ഓക്കെ. ഇനി ആ 20 meter, ഇത് 20 meter ആണ്. ഓക്കെ. ആ 20 meter എത്തുമ്പോൾ അദ്ദേഹത്തിന് എന്തായിരിക്കും വെലോസിറ്റി, ഏത് വെലോസിറ്റിയിലാണ് പിന്നെ താഴേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. ഫ്രീ ഫോൾ ആണ് ഏതുവരെ, അപ് ടു 2 seconds വരെ. ദെർഫോർ വി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, GT. U പ്ലസ് AT ആണ്, ഫ്രീ ഫോൾ ആണ്. U 0 ആണ്, A ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 10, G10 ആണ്. അപ്പോൾ ആ സമയത്ത് അയാളുടെ വെലോസിറ്റി 20 meter per second ആണ്. ഓക്കെ. ഇത് 20 meter per second ആണ്. ഇനി എന്താ പറഞ്ഞത്, ഗ്രൗണ്ടിൽ നിന്ന് 10 meter ഹൈറ്റിൽ, ഗ്രൗണ്ടിൽ നിന്ന് ഇതാണ് 10 meter ഹൈറ്റ്. ഇവിടെ എത്തുമ്പോൾ പാരാട്രൂപ്പിസ്റ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 5 meter per second ആണ്. എങ്കിൽ ഇനീഷ്യൽ ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് എന്തായിരിക്കും? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ, ഒന്ന് ജമ്പ് ചെയ്ത് 2 seconds കഴിയുമ്പോൾ 20 meter മൂവ് ചെയ്തു, 5 meter per second സ്പീഡ് കിട്ടുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നിന്ന് 10 meter ഹൈറ്റിലുള്ളത്. അപ്പൊ നോക്കിയേ, ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറയും, ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് H-30 ആയിരിക്കുമല്ലോ, ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തറിയാം, ആ H-30യുടെ സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റി ഇനീഷ്യൽ 20 ആണ്. H-30യുടെ എൻഡിലുള്ള വെലോസിറ്റി 5 meter per second ആണ്. H-30 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ വെലോസിറ്റിയും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയുന്നതാണ്. V² is equal to U² plus 2AS. അപ്പൊ ഇവിടെ V² എന്ന് പറയുന്നത് ആരാണ്, 5 meter per second ആണ്. അപ്പോൾ 5² is equal to U². U² എത്രയാ,
20 ആണ്, 20 സ്ക്വയർ. ഓക്കെ, ഇനി സൈന് ശ്രദ്ധിക്കണം. അവിടെ എന്താ പറഞ്ഞത്? വൈൽ ഡിസെൻഡിങ് വിത്ത് ഹെൽപ്പ് ഡിസിലറേഷൻ എത്രയാ? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഡിസിലറേഷൻ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ആക്സിലറേഷൻ അല്ല, ഡിസിലറേഷൻ ആണ്. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ. മൈനസ് 2 × 3. നമുക്ക് ഹൈറ്റ് അവിടെ എത്രയാണ്? h മൈനസ് 30 ആണ്. ഓക്കെ, അപ്പോ 25 മൈനസ് 400 is equal to minus 6 into h minus 30 or 375. മൈനസ് മൈനസ് അവിടെ ക്യാൻസൽ ചെയ്തു. ദെൻ പ്ലസ് 180 is equal to നമുക്ക് എന്ത് പറയാം? 6h. Therefore h is equal to 375 plus 180 by 6. That is equal to, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 92.5 കറക്റ്റ് കിട്ടും. 92.5 മീറ്റർ. അപ്പോൾ പാരച്യൂട്ട് ജമ്പ് ചെയ്യുന്ന ഇനീഷ്യൽ അതായത് ഹയർ ഫ്ലൈറ്റിന്റെ ഹൈറ്റ് ഫ്രം ഗ്രൗണ്ട് എന്ന് പറയുന്നത് 92.5 മീറ്റർ ആണ്.